ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ അരി വാർക്കാൻ എടുക്കുന്ന ഈ റൈസ് ഡ്രെയിനർ കൊണ്ട് അടിപൊളി കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് അരി വാർക്കാൻ മാത്രമല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോകും. ഇത് ആർക്കും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ട തന്നെയാണ് കേട്ടോ. ഈ ഒരു കമ്പി വെച്ച് നമുക്ക് 100 കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇത് ഫസ്റ്റ് ടിപ്പ്, അരി വാർക്കാനായിട്ട് നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്തവർ, ഗ്യാസ് അടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നവർക്കൊക്കെ അരി വാർക്കാനായിട്ട് ചെരുവൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്നതാണ്. അരി വാർക്കാൻ സിമ്പിളാണ്. ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് ഈ കമ്പിയൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്കൊന്ന് ചോർന്ന് വടിച്ചിട്ടുവാണെങ്കിൽ അടിപൊളിയായിട്ട് അത് അരി വാർക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലെ പാത്രമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ വെള്ളത്തോട് കൂടി റാക്കി നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അന്നപ്പം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് ഇതുപോലൊരു കമ്പി ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രില്ലേക്ക് ഇതൊന്ന് തൂക്കിയിട്ടിട്ട് നമുക്ക് എത്ര പാത്രം വേണമെങ്കിലും ഇങ്ങനെ ഇതിൽ അടുക്കി വെക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒന്ന് അടുക്കി വെക്കാം. അപ്പോൾ ആ ഫുള്ള് വെള്ളം പോകും. നമുക്ക് പ്രത്യേകിച്ച് തുടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കേട്ടോ, സിമ്പിളായിട്ട് ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പാനികളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക്, പാനികൾ നല്ല മുട്ട പൊരിക്കുകയോ ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും അത് കഴുകരുത്. അതിൻ്റെ കോട്ടിങ് എല്ലാം ഇളകിപ്പോവും. അപ്പോൾ ഈ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കമ്പിയിലേക്ക് എടുത്തിട്ട് നമ്മുടെ ഈ റൈസ് ട്രെയിനിലേക്ക് ഇതുപോലെ എടുത്ത് വെക്കാം. എന്നിട്ട് ചൂടെല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു ടിപ്പല്ലേ. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, ഇപ്പം നമ്മുടെ വീടുകളിൽ ഈ പാത്രങ്ങളൊക്കെ വെക്കാനും നമ്മുടെ ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ പ്ലേറ്റ് ഒന്നും വെക്കാൻ റാക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അടുക്കി വെക്കുക. അത് നമ്മുടെ ടൈലിൻ്റെ പുറത്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ അടുക്കി വെക്കുക. എത്ര പ്ലേറ്റ് വേണേലും സൂപ്പറായിട്ട് നമുക്ക് അടുക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ഇതാണ്, കണ്ടില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഓൺലൈനിൽ ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ മേടിക്കുമ്പോൾ 200 രൂപ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇതുവഴി ഇപ്പോൾ എല്ലാവരും മേടിച്ചോളൂ. നല്ല യൂസ്ഫുൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു ബെൽ ബട്ടൺ എൻബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, ഇതിപ്പോൾ നമുക്ക് വീട്ടിലെ കുട്ടികളുടെ പുസ്തകങ്ങൾ, ബുക്കുകളൊക്കെ വെക്കാനായിട്ട് സ്റ്റാൻഡ് ഒന്നുമില്ലെങ്കിൽ ഇത് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ജനലിലോട്ട് ഇങ്ങനെ ഒന്ന് തൂക്കിയിടുക. അതായത് നല്ല കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അത് താഴെ വീഴുമെന്നൊന്നും പേടിക്കേണ്ട കാര്യം. ജനൽ കമ്പിയിലേക്ക് ഒന്ന് കൊളുത്തി വെക്കുക. എന്നിട്ട് ഇതുപോലെ ബുക്കുകളെല്ലാം അടുക്കി പറക്കി വെക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഒത്തിരി കാര്യങ്ങൾക്ക് ഉപകാരപ്രദമുള്ളതാണ് ഇത് കണ്ടോ. ഇത് അരി വടിക്കാൻ മാത്രമല്ല, ഇങ്ങനെയും നമ്മുടെ വീടുകളിൽ ചെയ്യാൻ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ അതും ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് വീട്ടിലെ ഹാങ്ങറുകൾ ഒന്നുമില്ലെങ്കിൽ, ഇപ്പോൾ തുണി വിരിക്കാനും മഴയൊക്കെയാണ്, തുണി വിരിക്കാനും സൗകര്യമൊന്നുമില്ല, ഒരു ഷർട്ടൊക്കെ നമുക്കൊന്ന് അലക്കി ഒന്ന് എടുത്തുകൊണ്ട് വന്നെങ്കിൽ ആ ഒരു ഷർട്ടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടില്ലെങ്കിൽ, നമുക്ക് വിരിക്കാൻ റൂമിലൊന്നും ആശയില്ലെങ്കിൽ ഇത് കൊണ്ടൊന്ന് കഥയിൽ ഇതുപോലെ ഒന്ന് തൂക്കിയിടുക. കണ്ട, ഇതേ രീതിയിൽ ഒന്ന് തൂക്കിയിടുക. എന്നിട്ട് ഇതുപോലെ ഹാങ്ങറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൊളുത്തിയിടുമ്പോൾ തിരിച്ചിട്ട് വേണം കൊളുത്തിയിടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കാൽഭാഗം കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒന്ന് കൊളുത്തിയിടുക. അപ്പോൾ ഇവിടെ 2 ഹാങ്ങറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹാങ്ങറിൽ 2 ഷർട്ടുകൾ തൂക്കിയിടാം. നമ്മൾ തേച്ച ഉടനെ ചുളുങ്ങി പോകുന്ന ഒന്നുമില്ല. ഇങ്ങനെ കഥകിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിലേക്ക് ഹാങ്ങറിൻ്റെ രീതിയിലൊന്ന് കൊളുത്തിയിടുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങാത്ത തുണികളാണെങ്കിലും ഷർട്ടുകളാണെങ്കിലും ഇതുപോലെ കൊളുത്തിയിട്ടാൽ അത് ഫാനിൻ്റെ കാറ്റടിച്ച് ഒന്ന് ഉണങ്ങിക്കോളും. വിരിച്ചിടേണ്ട ഒരു ആവശ്യമില്ല. ഇതൊന്ന് തൂക്കിയിട്ട് ഇതിലേക്ക് അങ്ങനെ തൂക്കിയിട്ടാൽ മാത്രം മതി. കണ്ടില്ലേ, ഇതും വളരെ നല്ലൊരു ടിപ്പല്ലേ. അപ്പം ഇനി അടുത്ത ടിപ്പ്, അതുപോലെ തന്നെ ഈ ഒരു വശം കൊണ്ടും അതിൻ്റെ പുറകു ഭാഗം കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിച്ചിട്ട്, ഇപ്പോൾ ഈ ഫ്രണ്ടിൽ ഈ 2 ഷർട്ട് തൂക്കിയിട്ട് പിന്നെ ഈ കഥയിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് തുണി വിരിച്ചിടാം. അതുപോലെ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ ബനിയനൊക്കെ ഉണങ്ങാനുണ്ടെങ്കിൽ അതും തൂക്കിയിടാം കേട്ടോ. കണ്ട, ഈ ഒരു ഭാഗത്ത് ഒരു ബനിയനും കൂടി ഇട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 2 സൈഡ് കൊണ്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇനി അടുത്ത ടിപ്പ്, കുട്ടികളുടെ അതുപോലെ മുതിർന്നവരെയും നമ്മുടെയൊക്കെ ചുരിദാറ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും ഇതേ രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ കാൽഭാഗം ബാക്കിലും ഇത് ഫ്രണ്ടിലുമായിട്ട് വരണം ഇതേ രീതിയിൽ. എന്നിട്ട് ഷർട്ടൊക്കെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറ് ഒന്ന് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊളുത്തി ഇടുവാണെങ്കിൽ അവിടെ കിടന്ന് ഫാനിൻ്റെ ഇതടിച്ചിട്ട് അത് അവിടെ കിടന്നോളും.
എത്ര കട്ടിയുള്ള തുണിയാണെങ്കിൽ പോലും പെട്ടെന്ന് ഉണക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ റൈസ് ട്രെയിനറും കൊണ്ടുള്ള ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോടെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.